അത് നമ്മുടെ ബലമാണ്. ഹല്ലേലൂയ. 2016 ആദ്യത്തെ ആഴ്ചയിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നമ്മളെത്തി. ഈ വർഷം കാണത്തില്ലെന്ന് ശത്രു വെല്ലുവിളിച്ച സംഭവങ്ങൾ ഉണ്ടായില്ലേ? ഈ വർഷം നമ്മളെ കാണിക്കത്തില്ലെന്ന്. നമ്മുടെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ വരുത്തുവാൻ, ആപത്തും അപകടങ്ങളും വരുത്തുവാൻ ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ പോലെ ശത്രു വളഞ്ഞപ്പോൾ ദൈവകൃപ നമുക്ക് ചുറ്റും വേലിയായി കെട്ടിപ്പരിപാലിച്ചില്ലേ? ആമേൻ. അവിടെയാണ് കൃപ എന്ന വാക്കിൻ്റെ മീനിങ് നമ്മൾ അനുഭവിക്കുന്നത്. അർഹിക്കാത്തിടത്ത് പകരപ്പെടുന്ന കരുണ. നമുക്കൊന്നും യോഗ്യതയില്ലായിരുന്നു, എങ്കിലും ദൈവത്തിൻ്റെ കരുണ അർഹിക്കാത്ത സ്ഥാനത്ത് പകർന്ന് ദൈവം നമ്മെ നടത്തി. നമ്മെ മാത്രമല്ല, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ കണ്ട് ശത്രുവിന്റെ കെണിയിൽ നിന്ന്, ശത്രുവിന്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിച്ച് വെളിയിൽ കൊണ്ടുവന്ന് ഇത്രത്തോളം നിർത്തിയ ദൈവത്തിനായി സ്തോത്രം ചെയ്യുക. ദൈവകൃപ അത് നമ്മൾ അനുഭവിച്ചു. ഈ വർഷവും നമ്മൾ അനുഭവിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവത്തെ സ്തോത്രം, ഞാൻ ഉണർന്നത് ഒരു വാക്യം ഇങ്ങനെ എൻ്റെ ചെവിയിൽ വന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ഉണർന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നലെയോ മിനിയാന്നോ രാവിലെ ഒന്നും ആ ഭാഗമൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല, എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. പെട്ടെന്ന് ഈ വാക്യം എൻ്റെ ഉള്ളത്തിലേക്ക് ശക്തിയോടെ വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഞാൻ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് ഇതെവിടാണ് ഈ വാക്യം കിടക്കുന്നത് എന്ന് തപ്പി. പ്രൈസ് ഗോഡ്. എനിക്ക് മനസ്സിലായി അത് 65-ാം സങ്കീർത്തനത്തിൽ കിടക്കുന്ന വാക്യമാണ്. ശ്രദ്ധിക്കാം. 65-ാം സങ്കീർത്തനം, ഇന്ന് വായിച്ച 65-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യം, വേഴ്സ് 11. ഇതിൻ്റെ ഗെയിൻ എന്ന് കൂട്ടാമോ? ഗെയിൻ. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. പ്രൈസ് ഗോഡ്. പെട്ടെന്ന് എന്നോട് ദൈവാത്മാ എന്ന് പറഞ്ഞത്, നീ സംവത്സരം, ഇത് ഗെയിൻ ഇച്ചിരി കൂട്ടം, വോളിയം കുറച്ചിട്ട്, നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. പ്രൈസ് ഗോഡ്. സച്ചിൻ ഇതിന്റെ ഗെയിൻ ഇച്ചിരി കൂട്ടിത്തരാൻ വോളിയം കുറയ്ക്കാൻ, ഐസ് കുറയ്ക്കാം. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. ആ മിഡും ലോയും ഒന്ന് കുറച്ച് കൂട്ടും. നിന്റെ സംവത്സരത്തെ നീ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. പ്രൈസ്. ഇവിടെ വന്ന് ശരിയാക്കി. ദൈവത്തിന് സ്തോത്രം. നീ നിന്റെ സംവത്സരത്തെ, ദൈവാത്മാ എന്നോട് പറഞ്ഞു, ഇത് പുതുവർഷത്തിൻ്റെ ഫസ്റ്റ് വീക്ക് ആരാധനയാണ്. ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ വർഷം മുഴുവൻ, ഈ സംവത്സരം മുഴുവൻ ഞാൻ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന വർഷമാണ്. 31-ാം തീയതി എന്നോട് കർത്താവ് പറഞ്ഞതിൻ്റെ, നിങ്ങളോട് അറിയിച്ചതിൻ്റെ ബാലൻസ് കിടന്നിരുന്ന വാക്യമാണ്. ഞാൻ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കും. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത്രയും സ്ട്രില്ലാവണ്ട, കുറച്ചുകൂടെ ആ ബേസും ഇതൊന്ന് കൂട്ടി കിട്ടാൻ പറഞ്ഞു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കും. പ്രൈസ് ഗോഡ്. ദൈവം നന്മ കൊണ്ട് അലങ്കരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഈ 31-ാം തീയതി നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടതുപോലെ, ഹല്ലേലൂയ, ഇതങ്ങ് അലങ്കരിച്ചു വെച്ചേക്കുക. പ്രൈസ് ഗോഡ്. ഈ പള്ളി അങ്ങ് കുറച്ച് അലങ്കരിച്ചു വെച്ചേക്കുക. ചില സ്ഥലത്തൊക്കെ ഞങ്ങൾ ഈ ആഴ്ച ഇത്ര യാത്ര ചെയ്യുമ്പോൾ കാണുന്ന റോഡ് മുഴുവൻ 2 സൈഡും അലങ്കരിച്ച് വെച്ചേക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ വർഷം ദൈവം എന്നോട് പറഞ്ഞത്, ഈ വർഷത്തെ നന്മ കൊണ്ട് എൻ്റെ ദൈവം അലങ്കരിക്കും. ആമേൻ. ഞങ്ങളെ അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളെ അലങ്കരിക്കാതെ ഞങ്ങളെ അലങ്കരിച്ചിട്ട് ഒരു കാര്യവുമില്ല.
നിങ്ങളെ അലങ്കരിക്കുന്നതിലാണ് ഞങ്ങളുടെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഫെയ്ത്ത് സിറ്റിയിലെ ഓരോ കുടുംബങ്ങളെയും എൻ്റെ ദൈവം അലങ്കരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വർഷം 2016 ഹല്ലേലൂയ, നിങ്ങളെ അലങ്കരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. അലങ്കരിക്കുമെന്ന് മലയാളത്തിൽ എഴുതുന്നതിനേക്കാൾ എത്ര ബ്യൂട്ടിഫുൾ എന്നറിയാമോ ഇംഗ്ലീഷില്? ഹി ക്രൗണസ്റ്റ്. പ്രൈസ് ഗോഡ്. അലങ്കരിക്കുമെന്നതിനേക്കാൾ കുറച്ചുകൂടി ആഴത്തിൽ ദൈവം സ്തോത്രം. പ്രൈസ്. ദൈവത്തിൻ്റെ നന്മ കൊണ്ട് അവൻ നിന്നെ ഒരു കിരീടം അണിയിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ കിരീടം അണിയിക്കുമെന്ന് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു രാജ്യത്ത് കിരീടം അണിയാൻ ഒരാളെ കാണത്തുള്ളൂ. പ്രൈസ് ഗോഡ്. നിന്റെ കൂട്ടക്കാരുടെ ഇടയിൽ, നിന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ, നിന്റെ ദേശത്ത് നിന്നെ കിരീടം അണിയിക്കത്തക്കവണ്ണം ദൈവം വ്യാപരിക്കും, ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പൊ എനിക്ക് പിന്നെ ഒരു സംശയം തോന്നി. കിരീടം അണിയിക്കും, അവൻ വ്യത്യസ്തനായി നിർത്തും എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ് നാട്ടുകാരുടെ ഇടയിൽ എങ്ങനെയാണ് നിർത്താൻ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ദാവീദിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു, എൻ്റെ കൂട്ടുകാരിൽ പരമായിട്ട് നീ എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. 2016 ആനന്ദ തൈലം കൊണ്ട് നിന്റെ കൂട്ടുകാരിൽ പരമായി, അവൻ വീട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പിന്നെയും നോക്കി എങ്ങനെയാ ദൈവം എന്നെ വ്യത്യസ്തനായി നിർത്താൻ പോകുന്നത്. കുറച്ചുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ആലോചിച്ച് വന്നു. ദൈവാത്മാ പിന്നെ എന്നോട് പറഞ്ഞു, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. പ്രൈസ് ഗോഡ്. 26:12 ഉൽപ്പത്തി പുസ്തകം 26:12. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. ഈ ആണ്ടിൽ 100 മേനി തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്. നീ കഴിഞ്ഞ നാളുകളിൽ വിതച്ചതൊന്നും കൊയ്യാൻ സാധിച്ചില്ലെങ്കിലും, അത് വെട്ടുക്കിളിയും തുള്ളനും തിന്നുപോയെങ്കിലും 2016 നിനക്ക് 100 മേനി തരുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്, ശക്തനാണ്. എൻ്റെ കർത്താവേ, എൻ്റെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി സഫലമാക്കി ഞാൻ വിതച്ചത് 100 മേനി കൊയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ശക്തിയോടെ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലത്തെ ആരാധന നിന്നെ അതിന് അധികാരപ്പെടുത്തുന്ന, ഓതറൈസ് ചെയ്യുന്ന, അനോയിന്റ് ചെയ്യുന്ന ഒരു ശക്തിയുടെ ആരാധനയായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളായി, വ്യക്തികളായി, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 100 മേനി വിളയത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, അഭിഷേകത്താൽ ഇന്ന് പകൽക്കാലം നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. അധിപതികൾ വിളിച്ചാൽ ആമേൻ, അതിൻ്റെ തൊട്ട് മുമ്പ് വരെ ഏറ്റവും അധമസ്ഥിതിയിൽ കിടന്നവൻ അല്ലേ? അധിപതികൾ ഇങ്ങോട്ട് വിളിക്കുന്നത് വരെ ഏറ്റവും അധമസ്ഥിതിയിൽ കിടന്നവൻ ആരാ? യോസഫ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ജീവിതത്തിൽ അന്ന് വരെ കാണാത്ത കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദിവസം യോസഫിന്റെ ജീവിതത്തിലേക്ക് അധിപതികൾ ആളയച്ച് അവനെ വിളിപ്പിച്ചു. ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നീ ക്രൗൺ ചെയ്യുമ്പോൾ, ഒരാളെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ക്രൗൺ ചെയ്യുമ്പോൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്നാമത് പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ അഭിഷേക തൈലത്താൽ, ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യും. ഇന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ കൂട്ടുകാരിൽ പരമായി, എൻ്റെ വീട്ടുകാരിൽ പരമായി, എൻ്റെ നാട്ടുകാരിൽ പരമായി തള്ളയാടുകളെ മേയ്ക്കുന്ന അനുഭവത്തിൽ നിന്ന് എന്നെ വിളിച്ച് വേർതിരിച്ച് ദൈവകൃപയാൽ അഭിഷേകം ചെയ്ത ദാവീദിനെ പോലെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത് മാറ്റി നിർത്തുന്ന ഒരു ദൈവിക ശുശ്രൂഷ 2016 ദൈവം നിനക്ക് തരട്ടെ.
ജപന രഗതക ജഗര തമ്പൽ. ആമേൻ. ഹല്ലേലൂയ. ഭത്സിക്കുന്ന ആത്മാവിനെ, പരിഹസിക്കുന്ന ആത്മാവിനെ, നിന്ദിക്കുന്ന ആത്മാവിനെ, കൊച്ചാക്കുന്ന ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ആമേൻ. ആരാലും അറിയപ്പെടാതെ, ആരാലും ഓർക്കപ്പെടാതെ തള്ളയാളുകളുടെ മേയ്ക്കുന്ന അനുഭവത്തിൽ യോർദാന്റെ കൊടുങ്കാറ്റിലിരിക്കുന്ന ദാവീദേ, നിന്നെ ഓർക്കാനുള്ള കാരണം നീ ഒന്ന് ആലോചിച്ച് നിന്റെ ജീവിതത്തിൽ അതൊന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ ഓർക്കുകയാണ്. എന്തുകൊണ്ട് അപ്പൻ മറന്നപ്പോൾ ദൈവം അവനെ ഓർത്തു, എന്തുകൊണ്ട് അമ്മ മറന്നപ്പോൾ ദൈവം അവനെ ഓർത്തു, എന്തുകൊണ്ട് ചേട്ടന്മാർ പരിഹസിച്ചപ്പോൾ ദാവീദിനെ ദൈവം ഓർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇപ്രകാരം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി അവന്റെ ജീവനെ കൊടുക്കുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ പ്രൈസ് ഗോഡ്, കരടി വന്നപ്പോൾ, സിംഹം വന്നപ്പോൾ ജീവൻ പണയം വെച്ച് അവൻ ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നിന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അപ്പന്റെ ആടുകൾക്ക് വേണ്ടി ദേശത്ത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആയിരങ്ങൾക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടിറങ്ങാൻ സാധ്യതയുള്ള ദാവീദേ, നിന്നെ അവൻ കിരീടം ധരിപ്പിക്കുന്ന വർഷമാണ് ഈ വർഷം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യോസഫിനെ അവൻ സങ്കീർത്തനക്കാരൻ പറയുന്നു, അധിപതികൾ ആളയച്ച് അവനെ വിളിപ്പിച്ചു. അതുവരെ ഏറ്റവും അധപ്പതത്തിന്റെ അവസ്ഥയിലാണ് യോസഫ് കടന്നിരുന്നത്. ആരും യോസഫിനെ കാണുന്നതും വഴക്ക് പറയുക, കാണുന്നവൻ ഓടിച്ചിടുക. പ്രൈസ് ഗോഡ്. യോസഫിനെ നിലയ്ക്ക് നിർത്തിയിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ്. ആരാണ്ട് പറഞ്ഞു കേട്ടു, പൊട്ടക്കിഴി വീണിട്ടും അവിടെ 5 മിനിറ്റ് കൊണ്ടിരിക്കില്ല, പിന്നെ പൊക്കിയെടുത്തു. ഒരു സ്ഥലത്തും കിടത്തുകയില്ല, ഒരു സ്ഥലത്തും ഇരുത്തുകയില്ല, സ്വസ്ഥത കൊടുക്കുകയില്ല. ഹല്ലേലൂയ. പക്ഷെ ഒരു ദിവസം കർത്താവ് അവനെ അങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങ് ഇരുത്തി. എവിടെ ഇരുത്തി എന്നറിയാമോ? 2-ാം രഥത്തിൽ അങ്ങോട്ട് കയറ്റി ഇരുത്തി. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്, ആമേൻ, ഹല്ലേലൂയ, നിന്നെ കിരീടം ധരിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. യോസഫിനെ ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പിന്നെ ഓർത്തു, കർത്താവ് സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നത് പോലെ ക്രൗൺ ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്നെ നീ എന്തൊക്കെ ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് വേറെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്? കർത്താവിനോട് പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രൈസ് ഹാമാന്റെ കയ്യിൽ നിന്ന് എൻ്റെ മുദ്രാമോതിരം ഊരിയെടുത്ത് മൊർദെഖായി കൊടുത്തത് വായിച്ചിട്ടില്ലേ? പ്രൈസ് ഗോഡ്. ഈ നാളുകളിൽ ഹാമൻ ചിലരെ മോതിരം അണിയിച്ച് നിനക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോ, നിനക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോ. ഇതുപോലെ ദൈവത്തിന് പ്രവർത്തിക്കാത്തക്കവണ്ണം ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ, സംവത്സരത്തെ നന്മ കൊണ്ട് കിരീടം അണിയിക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. പിന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇങ്ങനെ കിരീടം അണിയിച്ച വേറൊരു കാര്യം പഴയ നിയമമായില്ല, പുതിയ നിയമത്തിലോട്ട്. കർത്താവ് പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത് കൂടെ കൊണ്ടു നടന്ന് ശുശ്രൂഷ പഠിപ്പിച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഭൂതങ്ങളെ പുറത്താക്കാനും ആ വ്യാധികളെ സൗഖ്യമാക്കാനും അധികാരം കൊടുത്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ അതിനുശേഷം ഒരുത്തനെ ഇങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് അവനെ അങ്ങ് അഭിഷേകം ചെയ്ത് അങ്ങ് അഴിച്ചുവിട്ടൊരു പടക്കുതിരയെ പോലെ പൗലോസിനെ, അതുപോലെ ഈ നാളുകളിൽ ദൈവത്തിന്റെ വചനത്തുമായി അങ്ങ് പറന്ന് നടന്ന് ഓടി നടന്ന് ഒരു യുദ്ധക്കുതിരയെ പോലെ അവൻ 2016 ദൈവത്തിന് സ്തോത്രം, ദൈവപ്രവൃത്തി തികച്ചെടുക്കാൻ ദൈവം ചിലരെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുവാൻ എത്ര പേരുണ്ട്? ആമേൻ. അവസാന നിമിഷം വരെ ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി ശൗലായിട്ട് നടക്കുമ്പോൾ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചതല്ല ഈ മഹത്വമേറിയ വേലയ്ക്ക് ഒടുവിൽ അകാല പ്രജ പോലെ എനിക്ക് പ്രത്യക്ഷനായി എന്നെ തെരഞ്ഞെടുത്ത് ഈ മഹത്വമേറിയ ശുശ്രൂഷ ഏൽപ്പിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ആമേൻ. പ്രൈസ് ഗോഡ്. മാത്രമല്ല, ഈ മാർഗത്തെ മുടിക്കാൻ വേണ്ടി
അവൻ അധികാരപത്രവും വാങ്ങി ദമസ്കോസിലേക്ക് യാത്രയായി. അവിടെയുള്ളവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവൻ യെരൂശലേമിലേക്ക് കൊണ്ടുവന്ന് മഹാപുരോഹിതന്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ അവൻ വളരെ 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 തിടുക്കത്തോടെ ദമസ്കോസിലേക്ക് പോയ പൗലോസ് അതിന്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, പൗലോസേ നിൽക്ക്, നിന്നെ ഞാൻ തൊടാൻ പോകുകയാണ്, നിന്നെ ഞാൻ ഏറ്റെടുക്കാൻ പോകുകയാണ്, നിന്നെ ഞാൻ തെരഞ്ഞെടുക്കാൻ പോകുകയാണ്. ഈ അവൻ 2016 എന്റെ ഓട്ടത്തിന്റെ മധ്യേ എന്നെ ഒന്ന് തൊടുവാൻ, എന്നെ ഒന്ന് തെരഞ്ഞെടുക്കുവാൻ കർത്താവേ നിനക്ക് പ്രസാദം തോന്നണമേ എന്ന് ചോദിക്കുന്ന യുവജനങ്ങളെയും വ്യക്തികളെയും 2016 ദൈവം ഉപയോഗിക്കട്ടെ. ആമേൻ. ഈ പൗലോസിന്റെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഹല്ലേലൂയ, ഹാമാന്റെ മോതിരത്തിന് വേണ്ടി മൊർദെഖായി നോട്ടമിട്ടപ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ എല്ലാ ദേശാധിപതിമാരുടെ മേളിൽ കയറ്റുവാൻ ദാനിയേലിനെ വെച്ചപ്പോൾ പ്രൈസ് ഗോഡ് രണ്ടാം രഥത്തിൽ കൂടെ യോസഫിനെ സഞ്ചരിച്ചപ്പോൾ പ്രൈസ് ഗോഡ് ചേട്ടന്മാരുടെ മധ്യേ അവൻ്റെ അധികാരവും ഏറ്റുകൊണ്ട് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ദാവീദിനെ ഇരുത്തിയപ്പോൾ ദൈവത്തിന് സ്തോത്രം. എല്ലാം അധികാരത്തിൻ്റെ കിരീടത്തിൻ്റെ മാറ്റമാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പൗലോസിനെ ആക്കിയപ്പോൾ പൗലോസ് പറഞ്ഞത് എന്നാന്നറിയാമോ? ഹല്ലേലൂയ, എനിക്ക് ഈ കിരീടമല്ല വേണ്ടത്, എനിക്ക് ഈ കിരീടമൊന്നും അല്ല വേണ്ടത്, ഒരു നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി ഒരു നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു നീതിയുടെ കിരീടത്തിന് വേണ്ടി നല്ല പോർ പൊരുതുവാൻ, വിശ്വാസം കോത്തുവാൻ, ഓട്ടം തികയ്ക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? I will fight a good fight. I have finished my course. I have kept the faith. Oh, Rabala, henceforth there is laid up for me a crown of righteousness. അവരോ വാടുന്ന കിരീടം പ്രാപിക്കേണ്ടതിന് നാമോ വാടാത്ത കിരീടം. കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാടാത്ത കിരീടം, അതിന്റെ ദർശനം ലഭിച്ചവർക്ക് സ്തുതിച്ച് ആരാധിക്കാം. പാട്ടുകാരൻ പാടിയത് പാരിൽ ആരും പാടിടാത്ത പാട്ട് നമ്മൾ, പാരിൽ ആരും ചൂടിടാത്ത വാടാമുടി ചൂടും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ, എങ്ങനെ? പാരില് ആരും പാടിയിട്ടില്ലാത്ത പാട്ട് നമ്മൾ പാടും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പാരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും, പാരിലാരും ചൂടിടാത്ത വാടാമുടി ചൂടും, പാരിലാരും പാടിടാത്ത വാടാമുടി ചൂടും. ശിവന്റെ നാദയാൽ ത്യാഗം സഹിച്ചതാ പ്രേമമണവാളനോട് പ്രത്യാശയോടുക, പ്രത്യാശയോട് ശിവന്റെ നാദനായി പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാരിലാരും ചൂടിടാത്ത വാടാമുടി ചൂടും, പാരിലാരും ചൂടിടാത്ത വാടാമുടി ചൂടും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോട് സിയോൻപുരി വാഴും. സ്നേഹന്റെ നാഥനായി ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോട് സിയോൻപുരി വാഴും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നു ഓർക്കുന്തോറും ധന്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ് ഓർക്കും തോറും ധന്യം. എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. സ്നേഹത്തിനാഴവും നീളമറിൻ വീതിയും ത്യാഗവും സമ്പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ. 2016
2016 സ്നേഹത്തിന്റെ ആഴവും വീതിയും ത്യാഗവും ഗ്രഹിച്ചുകൊണ്ട് വിളക്കിൽ എണ്ണ നിറച്ച് പുറപ്പെടാം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുവെക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുവെക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാടുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? നാടുതോറും അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? പ്രിയ സോദര, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കുയും നീ വഹിക്കുന്നുണ്ടോ? പ്രിയ സോദര, നീ വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കുയും നീ വഹിക്കുന്നുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൻ, ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൻ. നിത്യമായ രക്ഷയേത പക്ഷമായി നൽകിയിടും, നിത്യമായ രക്ഷയേത പക്ഷമായി നൽകിയിടും. രക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ അക്ഷയനാക്കിയിടും. രക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ അക്ഷയനാക്കിയിടും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും. പാരിലാരും ചൂടിടാത്ത വാളമുടി ചൂടും, പാരിലാരും ചൂടിടാത്ത വാളമുടി ചൂടും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളനോട് ജീവൻ കുരെ വാഴും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളനോട് ജീവൻ കുരെ വാഴും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുവെക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യവും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുവെക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. 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 എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴമായി നീളവനും വീതിയും ത്യാഗവും പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴമായി നീളവനും വീതിയും ത്യാഗവും പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുവെക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുവെക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. ഹല്ലേലൂയ. അവർ വാടാത്ത മുടി ചൂടുവാൻ പൗലോസിന്റെ ആഗ്രഹം ഇന്ന് രാത്രി, ഇന്ന് പകല് നമുക്കുണ്ടാകണം. പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പം he crowneth the year with his goodness. ദൈവത്തിന് നന്മ കൊണ്ട് ഒരു വശത്ത് നമ്മെ ഭൗതികമായി അനുഗ്രഹിക്കുമ്പോൾ ആത്മീയമായിട്ട് വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപ അനുഭവിച്ച് വ്യത്യസ്തരായി നിൽക്കാനുള്ളൊരാഗ്രഹം നമുക്കുണ്ടാകണം. പൊതുവിൽ കാണുന്നത് എല്ലാ നന്മകളും അങ്ങ് വന്ന് കഴിയുമ്പം പിന്നെ ആത്മീയത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങോട്ടുള്ളത് കുറയ്ക്കും, ഇങ്ങോട്ടുള്ളത് കൂട്ടും. അങ്ങോട്ടുള്ളത് കുറച്ചാൽ മതി. ഇവിടെ മോണിറ്റർ വരുന്നില്ല. ഒരു സെറ്റ് വെച്ച് എങ്ങനെ ഇത് മാറുന്നത്? പ്രൈസ് ഗോഡ്. അങ്ങോട്ട് കേൾക്കുന്നതിനെ പറയണം കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു.
നിന്റെ പാതകൾ പുഷ്ടി പൊതിക്കുന്നു. ഇനിയൊന്നും ചെയ്യേണ്ടത് വെച്ചാൽ മതി, അങ്ങോട്ടുള്ള ശരിയാണെങ്കിൽ. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ നന്മയും പുഷ്ടിയും എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ അവൻ്റെ വഴികളിൽ. 2016 ഞാൻ എൻ്റെ കർത്താവിൻ്റെ വഴിയെ നടക്കുമെന്നൊരു തീരുമാനമെടുത്താൽ, അവൻ്റെ വചനപ്രകാരം നടക്കുമെന്നൊരു തീരുമാനമെടുത്താൽ, നീ കടന്നു ചെല്ലുന്ന പാതകൾ പുഷ്ടിപ്പൊഴിക്കും. നീ വിതയ്ക്കുന്ന വിളവ് 100 മേനിയാക്കുവാൻ ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ നട്ട് വിതയ്ക്കുന്നത് 100 മേനി വിളയിക്കാൻ ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം നമ്മുടെ പാതയിൽ പുഷ്ടി പൊഴിക്കണം. അവൻ നമ്മുടെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ ഈ നന്മയുള്ള അലങ്കാരവും ഒക്കെ കിട്ടാതെ പോകുന്നത് എന്നാണെന്നറിയാമോ? 2-ാമത്തെ വാക്യം, ഇന്നത്തെ സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2016 നമ്മൾ പ്രയറിൻ്റെയും ഇവാഞ്ചലിസത്തിൻ്റെയും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, റെക്കൺസിലേഷൻ്റെയും വർഷമായിട്ടാണ് വച്ചേക്കുന്നത്. ആമേൻ. അപ്പം റെക്കൺസിലേഷൻ ഇല്ലാതെ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ആരോടെങ്കിലും നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ ആ നിരപ്പ് പ്രാപിക്കാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു. ഈ 2016 നമുക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടാകണം. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമാണ്. ആ അനുഭവം നമുക്കുണ്ടാകാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വെറും സാങ്കല്പികമായിട്ടുള്ളൊരനുഭവം പോരാ. പ്രൈസ് ഗോഡ്. ഇന്നാള് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോടൊരാൾ പറഞ്ഞു. ഞാൻ അങ്ങനെ ഉപവസിക്കാനും വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തിരിച്ചു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട്, മാറ്റമുണ്ടോ? ഇപ്പം മനസ്സിന് നല്ല സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു പോരാ, ആ സന്തോഷം അധികം നിൽക്കത്തില്ല. സന്തോഷിപ്പിക്കുന്ന ചിലത് സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ള സന്തോഷമാണ് നിലനിൽക്കത്തുള്ളൂ. അപ്പം നിന്റെ സന്തോഷം ഒരു തോന്നലല്ല, അതൊരു യാഥാർത്ഥ്യമായി കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ചിലത് സംഭവിക്കുമെന്ന് തോന്നിയത് പോരാ, അത് കണ്ട് സന്തോഷിക്കുന്നൊരു വിഷയമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന കൊണ്ട് വിഷയം ചലിക്കുമെന്ന് മനസ്സിലാക്കിയാൽ സന്തോഷം വേറെയാ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കൊണ്ട് ചില വിഷയങ്ങൾ ചലിക്കട്ടെ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാകുമെന്ന്, ഹൗളിംഗ് ഒന്ന് മാറ്റാൻ പറ്റില്ല ചെയ്യാം. പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയല്ല, ചലിക്കുന്നത് നമ്മൾ കാണണം. അതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച 31-ാം തീയതി പത്രം എടുത്തുകൊണ്ട് വന്നത്, മനോരമ പത്രം എടുത്തുകൊണ്ട് വന്നത്. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാത്രി ഇവിടെ ഇന്ന് ആരാധന തുടങ്ങുന്ന ഹാളിൽ, പ്രൈസ് ഗോഡ്, ഈ വിഷയം പ്രാർത്ഥിച്ചത്. കഴിഞ്ഞ 2 മാസമായിട്ട് അവിടെ എല്ലാ ഞായറാഴ്ചയും 2 മണിക്കൂർ ദൈവസന്നിധിയിൽ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിൽ കഴിഞ്ഞ ഞായറാഴ്ച പെട്ടെന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം ഇതായിരുന്നു, പരിപ്പിൻ്റെ വില. വാസ്തവത്തിൽ തുവരപ്പരിപ്പിന് മാത്രമേ വില കൂടാൻ സാധ്യതയുള്ളൂ. പത്രത്തിൽ വന്നതാണ്. വിളവ് നിശ്ചയിക്കുന്നത് തുവരപ്പരിപ്പിൻ്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മാത്രമേ വില കൂടാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ ബാക്കി പീസ് പരിപ്പ്, കേസരിപ്പരിപ്പ്, കടലപ്പരിപ്പ്, എല്ലാ പരിപ്പിനും അങ്ങ് വില കൂട്ടി. പയറുവർഗ്ഗങ്ങൾക്ക് മൊത്തം അങ്ങ് വില കൂട്ടി. അപ്പം കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ആ ഹാളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ നിൻ്റെ നിയന്ത്രണം ഇതിന്മേൽ വരണമേ. ഞായറാഴ്ച പ്രാർത്ഥിച്ചു. ബുധനാഴ്ച പത്രത്തിൽ ഇന്ത്യ വ്യാപകമായി ഇൻകം ടാക്സുകാർ സകല പരിപ്പുകാരനെയും കയറി പിടിച്ചു. ഹല്ലേലൂയ. പ്രൈസ് താഴെ പോകുന്നു. നമ്മൾ എറണാകുളത്തൊരു മൂലക്കിരുന്ന് പ്രാർത്ഥിച്ച ഇന്ത്യ മുഴുവനും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് 2016 ലോകത്തെ ചലിപ്പിക്കുവാൻ, ഭാരതത്തെ ചലിപ്പിക്കുവാൻ, കേരളത്തെ ചലിപ്പിക്കുവാൻ, എറണാകുളത്തെ ചലിപ്പിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ പറഞ്ഞത്. വിശ്വസിച്ചുകൊണ്ടൊരു സ്തോത്രം പറ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിങ്ങളിലേക്ക് വരുന്നു. പക്ഷേ 3-ാം വാക്യം,
എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അകൃത്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റണം. പ്രൈസ് ഗോഡ്. അകൃത്യം എന്ന് പറയുമ്പോൾ കൃത്യതയില്ലാത്ത, പ്രൈസ് ഗോഡ്, ഇനിക്വിറ്റീസ്, ഈക്വൽ ആകാത്തത്, കൃത്യമാകാത്തത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് മാറ്റണം. ജീവിതത്തിൽ സമവാക്യം എഴുതുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് LHS is equal to RHS. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിരിക്കുന്ന എല്ലാം കൂടെ കൂട്ടോ ഗുണിക്കോ ഹരിക്കോ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഫോർ ഓൾജിബ്രായിക് ഓപ്പറേഷൻ മുഴുവനും ചെയ്തോ. ഈക്വൽസ് ഇട്ടാൽ വലതുവശത്തുള്ളത് ഇടതുവശത്തുള്ളത് തമ്മിൽ ഈക്വലാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ചില സമവാക്യങ്ങൾ ഉണ്ടാകണം. ചിലതൊക്കെ സമമാകണം, ചിലതൊക്കെ നിരപ്പാകണം, ചിലതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ദൈവം ആഗ്രഹിച്ച അളവ് അനുസരിച്ച്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ 8 ഗുണം 2 സമം 32 എന്ന് എഴുതിയെന്ന് വിചാരിച്ചു. ആരെങ്കിലും സമ്മതിക്കൂ? പിള്ളേർ പോലും നമ്മൾ വിടത്തില്ല. 8 ഗുണം 2 സമം 32 എന്ന് എഴുതിയാൽ ആരും നമ്മളെ സമ്മതിക്കത്തില്ല. കാരണം എന്നാ? 8 ഗുണം 2 എന്ന് പറഞ്ഞാൽ എത്ര? 16. സമം 32 എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നു. 16 ഈക്വൽ ടു 32 ആവുന്നത് എങ്ങനെയാ? പ്രൈസ് ഗോഡ്. അപ്പം 8 ഗുണം 2 സമം 32 ശരിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? 8 ഗുണം 2 ഗുണത്തിൻ്റെ കൂടെ ഒരു 2 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 8 multiplied by 2, that multiplied by 2 equal to 32. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇക്വേഷൻ ശരിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ ഒരു 2 കൂടെ ചേർത്തെങ്കിൽ മാത്രമേ ഹല്ലേലൂയ വ്യത്യാസം വരത്തുള്ളൂ. ഇനി തിരിച്ച് 8 × 2 = 8. സമ്മതിക്കും ആരെങ്കിലും? സമ്മതിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രൈസ് ഗോഡ് 8 should be multiplied by 4. Praise God. Then 8 ഗുണം 2 × 2 = 32. 4 × 8 = 32. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇക്വേഷൻ ശരിയാവണം. അതിനെന്ത് ചെയ്യണം? ഒന്നല്ലെങ്കിൽ ഇടത്തുവശത്ത് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വലത്തുവശത്ത് എന്തെങ്കിലും ചെയ്യണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 8 ഗുണം 2 × 2 - 2. പ്രൈസ് ഗോഡ്. ഈക്വൽസ് 32 എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ? ഇല്ല. ഈക്വൽസ് 30 ആണ്. അപ്പോൾ 2 കുറയ്ക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ, ഐദർ പ്ലസ് മൈനസ് ഓർ ഡിവിഷൻ, ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ വെച്ച് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇക്വേഷൻ ശരിയാക്കണം. കണക്കിൻ്റെ ഇക്വേഷൻ അല്ല, ജീവിതത്തിൻ്റെ ഇക്വേഷൻ. ചിലപ്പോൾ ഗുണിക്കണം, ചിലപ്പോൾ ഹരിക്കണം, ചിലപ്പോൾ കുറയ്ക്കണം, ചിലപ്പോൾ കൂട്ടണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽസ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഇന്ന് പകല് അങ്ങനെ ഒരു ശ്രമം നടത്താൻ ഒരാഗ്രഹം നമുക്കുണ്ടാകണം. പ്രൈസ് ഗോഡ്. കൂട്ടുകയും കുറയ്ക്കുകയും എന്ത് എങ്ങനെയായാലും വേണ്ടുകയില്ല. ദൈവത്തെ സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. വേറെ ഏത് കാര്യമാണെങ്കിലും നമുക്ക് മാറ്റാം. സ്വന്തം അകൃത്യങ്ങൾ നിനക്കെതിരായി തിരിഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വേറെ ആര് പ്രാർത്ഥിച്ചാലും ശരിയാകത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മുടെ വീടിൻ്റെ പടിക്കകത്ത് ഗേറ്റിനോട് ചേർന്ന് ഒരു തെങ്ങ് വെട്ടി അതിൻ്റെ നല്ല കട കൊണ്ടുവന്ന് വട്ടമിട്ടാൽ, ഇത് ഗേറ്റാന്ന് വിചാരിച്ചു, ഗേറ്റ് അങ്ങോട്ട് തുറക്കണം അല്ലെങ്കിൽ ഇങ്ങോട്ട് തുറക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ എന്ത് ചെയ്തു? ഒരു തെങ്ങിൻ്റെ കഷ്ണം വെട്ടി അകത്തങ്ങോട്ട് ഇട്ടു. പ്രൈസ് ഗോഡ്. 1000 വണ്ടികളും 10,000 ആളുകളും എൻ്റെ ഗേറ്റിൻ്റെ മുമ്പേ കൂടെ പോയാലും പ്രൈസ് ഗോഡ് ആ തെങ്ങിൻ്റെ എടുത്ത് മാറ്റാൻ നോക്കുമോ? മാറ്റുകയല്ല. ഇതെൻ്റെ പറമ്പിൽ കിടക്കുന്ന സാധനമാണ്. അവൻ മാറ്റത്തില്ല, ആരും തൊടത്തില്ല. അത് കണ്ടാലും അങ്ങ് പോകും. ഒരു കൂടി വന്നാൽ പറയും ഇവന് വട്ടാന്ന് പറയും, അല്ലാതെ ഒന്നും നടക്കത്തില്ല. എന്നാൽ എനിക്ക് എൻ്റെ വണ്ടി ഇറക്കി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, ഞാൻ ആ തെങ്ങിൻ്റെ തടി ഉരുട്ടി മാറ്റിയോ എടുത്ത് മാറ്റിയേ പറ്റത്തുള്ളൂ. നിന്റെ നേരെ നിന്റെ അകൃത്യങ്ങൾ സാധാരണ ബലമല്ല, ബലമായിരിക്കുന്നത് കൊണ്ട് പരിശോധിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനിക്വിറ്റീസ്
prevail against me. As for our transgressions, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരിച്ചിരിക്കുന്നു. shall purge them away. ആമേൻ. എൻ്റെ അതിക്രമങ്ങൾ നിമിത്തമുണ്ടായ ദോഷം കർത്താവേ നീ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇന്ന് പകല് നിന്റെ സകല ദോഷങ്ങളും, അകൃത്യ നിമിത്തം വന്ന സകല ദോഷങ്ങളും നീക്കിക്കളയുന്ന ഒരു കർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കാൻ മതിയായത് കൊണ്ട്, ഇന്ന് വരെ ചെയ്ത സകല പാപങ്ങൾക്കും പരിഹാരം തരുവാൻ യേശുവിൻ്റെ രക്തം മതിയായത് കൊണ്ട്, പ്രൈസ് ഗോഡ്, ഇന്ന് പകൽക്കാലം കർത്താവേ എന്നെ ഒന്ന് കഴുകണമേ, തങ്കച്ചോരയാൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവൻ നിന്നെ കഴുകി ശുദ്ധീകരിക്കും, ഹിമം പോലെ വെളുപ്പിക്കും. പക്ഷെ ഒരു കാര്യം ദൈവസന്നിധിയിൽ നിവർത്തിക്കണം, പറഞ്ഞത് നമ്മൾ നിവർത്തിക്കണം. എന്നിട്ട് ഹല്ലേലൂയ, ദൈവം നമ്മുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തി കഴിയുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 5-ാം വാക്യം, ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തി കിട്ടിയാലുണ്ടല്ലോ, പിന്നെ നിനക്ക് ഉത്തരം തരുന്നത് ഭയങ്കര കാര്യങ്ങളാൽ, ചിന്തിച്ചിട്ടില്ലാത്തവണ്ണം, നനച്ചിട്ടില്ലാത്തവണ്ണം, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്തവണ്ണം ദൈവ അതിഭയങ്കരമായ കാര്യങ്ങൾ കൊണ്ട് നിനക്ക് ഉത്തരമരുളും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം ചില വിഷയങ്ങൾക്ക് ഭയങ്കര കാര്യങ്ങൾ കൊണ്ട് ഉത്തരമരുളുവാൻ പോകുകയാണ്. ദൈവജനം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവജനം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എത്ര ശക്തനായ ഫറവോൻ തടഞ്ഞു വെച്ചാലും എൻ്റെ ദൈവത്തിന് ആകാശം തുറന്ന് കൽമഴ പെയ്യിക്കുവാൻ, താലന്തുകളോളം വലിപ്പമുള്ള കല്ല് മഴയായി താഴെ വീണു, സകല കന്നുകാലികളും ചത്തു വീണു. ഇന്ന് പകൽക്കാലം നിന്റെ ശത്രുവിനെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ ദൈവത്തിന് ആകാശം തുറന്ന് ചിലത് പെയ്യിക്കുവാൻ കഴിയുമെന്ന്. Praise God. ദൈവപ്രവൃത്തി ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരമരുളുമ്പോൾ ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിക്കുന്നത് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വെട്ടുക്കിളിയെ കൊണ്ട് ദേശം മുഴുവൻ അങ്ങ് നിറഞ്ഞെന്ന്. മുഴുവൻ വെട്ടുക്കിളി വന്ന് ഇരിക്കുന്നതും കാണാം, പറന്നു പോകുന്നതും കാണാം. വന്ന് ഇരുന്ന് 5-10 മിനിറ്റ് കഴിഞ്ഞത് പറന്നു പോകുമ്പോൾ പച്ചയായത് ഒന്നും കാണത്തില്ല. അതെ, ഭയങ്കര കാര്യങ്ങളാൽ ഈ ദൈവം നിനക്ക് ഉത്തരം തരും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഒടുവിൽ ഫറവോൻ നിന്നെ വിട്ടയക്കും. 2015 വരെ എത്ര ബന്ധനത്തിലിട്ട വിഷയമായാലും, എത്ര കെട്ടിയിട്ട വിഷയമായാലും, അടച്ചിട്ട വിഷയമായാലും, ചങ്ങലക്കിട്ട വിഷയമായാലും, പൂട്ടിയിട്ട വിഷയമായാലും, ഭയങ്കര കാര്യങ്ങളാ ഉത്തരമരുളിക്കൊണ്ട് വിടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. കർത്താവിൻ്റെ ഒരൊറ്റ വാഗ്ദത്തം കിട്ടിയാലുണ്ടല്ലോ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ പറയാം, ദൈവത്തിന്റെ സ്തോത്രം. 1991 ദൈവം 90ൻ്റെ അവസാന ദിവസങ്ങളിൽ എൻ്റെ ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നു. കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, ഈ താഴ്വരം വെള്ളം കൊണ്ട് നിറയും. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അതുപോലെ തന്നെ സകല വിഷയങ്ങളിലും, ഞാനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ദൈവം പ്രവർത്തിക്കുന്നത് പിന്നത്തേതിൽ ഞാൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നീ വിചാരിക്കുന്നത് പോലെ ആമേൻ, വരണ്ട് കിടക്കുന്ന താഴ്വര വെള്ളം കൊണ്ട് നിറയാൻ കാറ്റ് വേണ്ട, മഴയും വേണ്ട. ദൈവ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ നീ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഈ ശൂന്യമായ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് നിറയ്ക്കുന്ന ഒരു അനുഭവം ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. നിന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കും, സമാധാനം കൊണ്ട് നിറയ്ക്കും, ഐശ്വര്യം കൊണ്ട് നിറയ്ക്കും, അഭിവൃദ്ധി കൊണ്ട് നിറയ്ക്കും, ആത്മാവ് കൊണ്ട് നിറയ്ക്കും, ശുശ്രൂഷ കൊണ്ട് നിറയ്ക്കും, യാത്രകൾ കൊണ്ട് നിറയ്ക്കും,
നാമത്തിൽ. ആമേൻ, 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 ആമേൻ. നമ്മളൊക്കെ കണക്കാക്കി വെച്ചേക്കുന്നത് നമ്മളൊക്കെ കണക്കാക്കി വെച്ചത് താഴ്വര വെള്ളം കൊണ്ട് നിറയണമെങ്കിൽ, അതായത് 3 ദിവസത്തെ വഴി ചുറ്റി നടന്നിട്ട് എങ്ങും വെള്ളമില്ല, അത്രയും സ്ഥലത്ത് വെള്ളമില്ല, വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയണമെങ്കിൽ നമ്മുടെ പരിചയവും നമ്മുടെ അനുഭവം വെച്ച് എന്ത് സംഭവിക്കണം? മഴ പെയ്യണം. പ്രൈസ് ഗോഡ്. മഴ പെയ്യണമെങ്കിൽ മേഘം വേണം. മേഘം വന്നാൽ പോരാ, കാറ്റും കൂടെ അടിക്കണം. അപ്പോൾ കാറ്റടിച്ച് മേഘം വന്ന് മഴയായി പെയ്തെങ്കിൽ മാത്രമേ താഴ്വര വെള്ളം കൊണ്ട് നിറയും. സാധാരണ ചാറ്റമഴയും പോരാ, ഭയങ്കര മഴ പെയ്തെങ്കിൽ മാത്രമേ വരണ്ട് കിടക്കുന്ന മണലിലേക്ക് വെള്ളം ആദ്യത്തെ മുഴുവൻ താണു പോവും, പിന്നെ പൊങ്ങി വരാൻ കുറേ പെയ്യണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ താഴ്വര വെള്ളം കൊണ്ട് നനയുമെന്നല്ല, നിറയുമെന്ന്. In the name of Jesus. യേശുവിൻ്റെ നാമത്തിൽ നനയ്ക്കുകയല്ല, നിറയ്ക്കുന്ന ഒരു അനുഭവം ദൈവത്തിൻ്റെ കരത്തില്, ദൈവത്തിൻ്റെ പ്ലാനില്, ദൈവത്തിൻ്റെ ശക്തിയില് ഉണ്ട്. വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. അവൻ നിറയ്ക്കട്ടെ, അവൻ നിറയ്ക്കട്ടെ, അവൻ നിറയ്ക്കട്ടെ, അവൻ നിറയ്ക്കട്ടെ. യേശുവിനെ നിറയ്ക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. വ്യക്തമായി പ്രവാചകൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, കാറ്റ് കാണത്തില്ല, മഴയും കാണത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ താഴ്വര വായിച്ച്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ആമേൻ. ഒരു കുടം വെള്ളമല്ല, 2 കുടം വെള്ളവുമല്ല, 3 കുടം വെള്ളവുമല്ല. നിങ്ങളും കുടിക്കും, നിങ്ങളുടെ ആടുമാടുകളും കുടിക്കും, നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കും. ആരൊക്കെ വെള്ളം കുടിക്കുന്നവരുണ്ടോ അവരൊക്കെ കുടിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ. നടത്താൻ കഴിയുള്ള ദൈവമേ, നടത്താൻ കഴിയുള്ള ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നടത്താൻ കഴിയുള്ള ദൈവമേ, 2016 നീ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കണമേ. പാതകൾ പുഷ്ടി പൊഴിക്കത്തക്കവണ്ണം ഞങ്ങളുടെ വഴികളെ അനുഗ്രഹിക്കണമേ. ആമേൻ. അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നിശ്ചയമാണ് നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കും. പാതകൾ പുഷ്ടി പൊഴിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. Thy paths drop fatness. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പാതകൾ പുഷ്ടി പൊഴിക്കും. ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ആമേൻ 24 മണിക്കൂറും പൊഴിച്ചുകൊണ്ടിരിക്കുന്നൊരു പരിപാടി ദൈവത്തിനുണ്ട്. നീ കിടന്ന് ഉറങ്ങുമ്പോഴും, നീ നടക്കുമ്പോഴും, നീ ഇരിക്കുമ്പോഴും ഇതിങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവ് എത്രമാത്രം വലിയവനാണ്, എത്രമാത്രം നല്ലവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഞാൻ കിടന്നുറങ്ങിയാലും ഉണർന്നാലും എപ്പോഴും 24 മണിക്കൂറും ദൈവം എനിക്ക് വേണ്ടി ഇങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കുന്നൊരു ഉറപ്പുണ്ടാകണം. ആ ഉറപ്പുണ്ടെങ്കിൽ അതിൻ്റെ തെളിവെന്നറിയാമോ? അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞു, സോദോം രാജാവ് അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ നിന്റെ സമ്പത്തിൽ ഒന്നും എനിക്ക് വേണ്ട, ചെരുപ്പിൻ്റെ ഒരു വാറ് പോലും, ഒരു ഷൂലേസ് പോലും എനിക്ക് വേണ്ട. കാരണം അബ്രഹാമിനറിയാം, എന്നെ സമ്പന്നനാക്കുന്നത് സോദോം രാജാവല്ല, എന്നെ സമ്പന്നനാക്കുന്നത് അവൻ ഈ ലോകത്തെ ഒരു രാജാവുമല്ല, രാജാധിരാജാവാണ് എന്നെ സമ്പന്നനാക്കുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇന്ന് പകൽക്കാലം ആരെ നോക്കും? നീ ആരെ നോക്കും? നീ ആരെ നോക്കും? അവങ്കിലേക്ക് നോക്കിയവർ, അവങ്കിലേക്ക് നോക്കിയവർ, അവങ്കിലേക്ക് നോക്കിയവർ. 2016 അവങ്കിലേക്ക് ഞാൻ നോക്കും, അവങ്കിലേക്ക് ഞാൻ നോക്കും, അവങ്കിലേക്ക് ഞാൻ നോക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. വിശ്വാസ ജീവിതം ഒരു മരുഭൂമി യാത്രയാണ്. മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ മക്കൾക്ക് വെള്ളം വേണമെങ്കിൽ ആരെ നോക്കണം? കർത്താവിനെ നോക്കണം. ഭക്ഷണം വേണമെങ്കിൽ ആരെ നോക്കണം? കർത്താവിനെ നോക്കണം. ഇറച്ചി വേണമെങ്കിൽ ആരെ നോക്കണം? കർത്താവിനെ നോക്കണം. ഹല്ലേലൂയ. ശത്രു വന്നാൽ ജയിക്കണമെങ്കിൽ ആരെ നോക്കണം? കർത്താവിനെ നോക്കണം. എങ്ങോട്ട് പോകണമെന്ന് മരുഭൂമിയിൽ വഴി അറിയണമെങ്കിൽ ആരെ നോക്കണം? കർത്താവ്
കർത്താവിനെ നോക്കണം. ചെങ്കടൽ മുമ്പിൽ നിൽക്കുമ്പോൾ ആരെ നോക്കണം? കർത്താവിനെ നോക്കണം. യോർദാൻ മുമ്പിൽ നിൽക്കുമ്പോൾ ആരെ നോക്കണം? കർത്താവിനെ നോക്കണം. എരിഹോ ഉയർന്നു നിൽക്കുമ്പോൾ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഇന്ന് പകൽക്കാലം നോക്കണ്ടവനെ നോക്കിക്കൊണ്ട് ചെങ്കടലായാലും യോർദാനായാലും എരിഹോ ആയാലും സീഹോൻ വന്നാലും ഓഗം വന്നാലും പട്ടിണി വന്നാലും പ്രയാസം വന്നാലും പ്രതികൂലം വന്നാലും ഈ മരുഭൂമി യാത്രയിൽ I will look at the face of my Jesus. ഞാൻ യേശുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുമെന്ന് പ്രിയരേ വരും പ്രതികൂലമാകുമ്പോ പാരിലേറിയിടും പ്രയാസവേളയിൽ. പ്രിയരേ വരും പ്രതികൂലമാകുമ്പോ പാരിലേറിയിടും പ്രയാസവേളയിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുവാതൻ കൃപ നൽകണേ പ്രിയരേ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുവാതൻ കൃപ നൽകണേ പ്രിയരേ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിരുന്നവൻ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിരുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. നായകനവൻ നമുക്ക് മുന്നിലായി നന്മകളെ ഒരുക്കിയിരുന്നവൻ. നായകനവൻ നമുക്ക് മുന്നിലായി നന്മകളെ ഒരുക്കിയിരുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും വാഴ്ത്തിയിടും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും വാഴ്ത്തിയിടും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിരുന്നവൻ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിരുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. 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 2016 മുഴുവൻ പാടണം. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ. നടക്കുവോ? തോന്നുന്നുണ്ടോ? എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നു? എണ്ണിയാൽ ഒടുങ്ങാത്തവണ്ണം നന്മകൾ കൊണ്ട് എൻ്റെ സമ്പൽസരത്തെ അലങ്കരിക്കുന്ന ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. ആമേൻ. 90-ൽ കർത്താവ് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാനങ്ങ് വിശ്വസിച്ചു. ജനുവരി 1-ാം തീയതി വാക്സിനേറ്റ് സർവീസ് വീട്ടിൽ വന്ന ദിവസം തൊട്ട് തുടങ്ങി എൻ്റെ സ്ഥിതികൾ മാറാൻ. നിന്റെ സ്ഥിതികൾ ഈ ജനുവരി തൊട്ട് മാറണം. നിന്റെ സ്ഥിതികൾ ഈ ജനുവരി തൊട്ട് മാറണം. ഇത് മാറ്റാൻ കഴിവുള്ളവരാണ് സർവശക്തനായ ദൈവം. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ സ്ഥിതി മാറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞു വന്ന കൂട്ടത്തിലും ഏജഹോളിൻ്റെ കൗൺസിലിംഗ് വന്ന ഒരാളോട് ഞാൻ പറഞ്ഞു, ഒറ്റ ദിവസം കൊണ്ട് സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയും. ആമീൻ, ആമീൻ, ഹല്ലേലൂയ. ശത്രുക്കൾ നിന്റെ നേരെ പ്രാബല്യം പ്രാപിക്കുമെന്ന് വിചാരിച്ച പ്രൈസ് ഗോഡ് ആധാർ മാസം 12-ാം മാസം 13-ാം തീയതി തന്നെ നേരെ മറിച്ച് നീ ശത്രുക്കളുടെ നേരെ ആധിപത്യം പ്രാപിച്ച ദിവസമെന്ന് എസ്തർ എഴുതിയിട്ടുണ്ട് അല്ലേ?
ആധാർ മാസം 12-ാം മാസം ആധാർ മാസമായ 12-ാം മാസം 9-1 ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി രാജാവിന്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കും എന്ന് ആശിച്ചതും നേരെ മറിച്ച് കേട്ടോ, ജസ്റ്റ് കോൺട്രഡിക്റ്റിംഗ് ദാറ്റ്. യഹൂദന്മാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ ഇറ്റ് വാസ് ടേൺ ടു ദി കോൺട്രറി. നേരെ മറിച്ചു. ഈ ദൈവത്തിന് സാധിക്കുമെന്ന വിശ്വാസമുണ്ടോ? നിന്റെ ദൈവത്തിന് സാധിക്കും നേരെ മറിക്കാൻ പറ്റുന്ന വിശ്വാസമുണ്ടോ? നിന്നെ തകർക്കും, നശിപ്പിക്കും, ഇടിച്ചുകളയും, പൊളിച്ചുകളയും, മുടിച്ചുകളയും എന്ന ശത്രു ഒരു ഡേറ്റ് വെച്ച് പറഞ്ഞാൽ അതേ ഡേറ്റിൽ നേരെ മറിച്ച് നീ ശത്രുവിന്റെ നേരെ പ്രാബല്യം പ്രാപിക്കത്തക്ക വണ്ണം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഹിസ്റ്ററി. പ്രൈസ് ഗോഡ്. ഈ ഹിസ്റ്ററി ഇന്നും നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ദുബായിൽ ചെന്ന് ഒരു കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ചെറുപ്പക്കാരൻ വിഷണ്ണനായി തളർന്ന് ഒടിഞ്ഞ് മനസ്സ് പ്രയാസപ്പെട്ടിരിക്കുന്നു. മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ മനുഷ്യനെ വലിയ വേദനയോടെ ഇരിക്കുകയാണ്, വലിയ ബുദ്ധിമുട്ടോടെ ഇരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ കർത്താവ് ഈ മനുഷ്യൻ്റെ ഈ മുഖത്തിൻ്റെ വാട്ടം മാറാൻ ഒരു വാക്യം എനിക്ക് തരണമേ, ഒരു വചനം എനിക്ക് തരണമേ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഉറക്കെ വിളിച്ച് പറയാൻ പറഞ്ഞു. അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയാൻ പറഞ്ഞു, നാളെ 12 മണിക്ക് നിന്റെ മുഖത്തിൻ്റെ വാട്ടം മാറി നീ പ്രതീക്ഷിക്കുന്ന നേരെ ഓപ്പോസിറ്റ് നടക്കുന്നു. നാളെ 12 മണിക്ക് നിന്റെ മുഖത്തിൻ്റെ വാട്ടം മാറി നീ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് നടക്കും യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം നീ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ്, കോൺട്രറി ടു ദാറ്റ് നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാരാധിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ ദൈവം വലിയവനാണ്, നമ്മുടെ ദൈവം ശക്തനാണ്. എസ്തറിന് വേണ്ടി പ്രവർത്തിച്ച, മൊർദെഖായിക്ക് വേണ്ടി പ്രവർത്തിച്ച, യഹൂദ ജാതിക്ക് വേണ്ടി പ്രവർത്തിച്ച, ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി പ്രവർത്തിച്ച ദൈവം ഈ ജനുവരി 13 കൊണ്ട് എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? ജനുവരി 13-ാം തീയതി എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? യെസ് മൈ ഗോഡ്. ഇത് 12-ാം മാസമല്ല, 1-ാം മാസം. 1-ാം മാസത്തിൽ തന്നെ, 12 വരെ കാത്തിരിക്കാതെ 1-ാം മാസത്തിൽ തന്നെ. യെസ്, in the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. The mighty hand of God reveal. യേശുവിന്റെ നാമത്തിൽ ഇത് വെളിപ്പെടട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ബലമുള്ള കരം, ശക്തിയുടെ കരം, മഹിമയുടെ പ്രവൃത്തി. Praise God. ഞാൻ ഈ മനുഷ്യനെ നോക്കി പറഞ്ഞത്, നാളെ 12 മണിക്ക് നിന്റെ മുഖത്തിൻ്റെ വാട്ടം മാറ്റി. പ്രൈസ് ഗോഡ്, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. പ്രൈസ് ഗോഡ്. ഇത് പറഞ്ഞു തീരുന്ന പുള്ളി അങ്ങ് ബ്രൈറ്റായി. പിന്നെ പുള്ളി വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുക്ക് വന്നു. ഞാൻ ചോദിച്ചു, എവിടാ വീട്? പാലക്കാട്. പേരെന്നാ? അജി. പ്രൈസ് ഗോഡ്. എന്തോ ജോലി? ഞാനിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുക. എന്താ മുഖം പാടിയിരുന്നേ? പ്രൈസ് ഗോഡ്. അത് വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ബോസ്, അവിടുത്തെ മാനേജർ, ഹല്ലേലൂയ, ഇങ്ങേര് വന്ന് ചേർന്ന ദിവസം തൊട്ട് ഇദ്ദേഹത്തെ ഇഷ്ടമല്ല. ഹരാസിങ്. ഞാൻ പറയാം, ആമേൻ. 2 ഹരാസിങ് വലിയ ബുദ്ധിമുട്ടാണ്. 1 വീട്ടിലെ ഹരാസിങ്, 2 ബോസിൻ്റെ ഹരാസിങ്. വലിയ ബുദ്ധിമുട്ടാണ്. ഈ 2ഇടത്തും നമ്മൾ മിക്കവാറും ജീവിതം കഴിച്ചു കൂട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ വീട്ടിലല്ലെങ്കിൽ ഓഫീസിൽ. ഈ 2ഇടത്തും പ്രശ്നമുണ്ടായാൽ വലിയ പാടാണ്, മൊത്തം നരകമാകും. ഏതായാലും വന്ന കാലം തൊട്ട് ഇദ്ദേഹം ഇതേക്ക് അന്ന് ഈ ഇവിടെ വന്നിരിക്കുന്ന ദിവസം പകല് എന്തോ പ്രശ്നമുണ്ട്. ഇയാളുടെ ഒരു അബദ്ധം പറ്റി. അബദ്ധം പറ്റാത്ത മനുഷ്യനുണ്ടോ? എന്തോ അബദ്ധം പറ്റി. മാനേജർ പറഞ്ഞു, നാളെ 12 മണിക്ക് നിൻ്റെ പാസ്പോർട്ട് കയ്യിൽ തരും, ഡീപ്പോർട്ട് ചെയ്ത് അടിച്ച് കയ്യിൽ തരും, എക്സിറ്റ് അടിച്ച് കയ്യിൽ തരും. പ്ലീസ് ഗോഡ്. വൈകിട്ടത്തെ ഫ്ലൈറ്റിന് നീ വീട്ടിൽ പോകും. പിന്നെ ഈ രാജ്യത്ത് കാലുകുത്തത്തില്ല. പറഞ്ഞാൽ നടക്കുകയും ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്കറിയാലോ, ഗൾഫിലെ സ്ഥിതി അറിയാലോ. പ്രൈസ് ഗോഡ്. ഇവൻ ആരോ പറഞ്ഞു, ഇന്നൊരു കൺവെൻഷനുണ്ട്, ചെന്ന് കേക്ക്.
എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുമെന്ന് ഓർത്ത് വന്നതാണ്. ഈ കഷ്ടം വരുമ്പോൾ ദൈവത്തെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഡീപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ വരും. ഏതായാലും എങ്ങനെയെങ്കിൽ ആയിക്കോട്ടെ, പുള്ളി വന്നിരുന്നു. ദൈവാത്മാവ് പറഞ്ഞു, നാളെ 12 മണിക്ക് മുഖത്തിൻ്റെ വാട്ടം മാറ്റും. ദൈവത്തിന് സ്തോത്രം. ഇവൻ പിറ്റേന്ന് ഓഫീസിൽ ചെന്നു. ഹല്ലേലൂയ. ഓഫീസിൽ ചെന്ന് ദൈവത്തിന് സ്തോത്രം 11-11:30 മണിയായപ്പം 3 കസ്റ്റമേഴ്സ് സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി വന്നു. അവർ കയറി വന്നിട്ട് ഇത്തിരി മാന്യന്മാരാണെന്ന് കണ്ടതുകൊണ്ട് എന്തോന്നറിയത്തില്ല, മാനേജർ നേരിട്ട് ചെന്ന് അവരെ അറ്റൻഡ് ചെയ്തു. അവർ പറയുന്ന എന്തോ സാധനം ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പറഞ്ഞ് എന്ത് പറഞ്ഞെന്നറിയത്തില്ല. ഈ കസ്റ്റമറും മാനേജറും തമ്മിലും തെറ്റിക്കഴിഞ്ഞതോടെ കസ്റ്റമർ ചൂടായി, മാനേജർ അതിനേക്കാൾ ചൂടായി. പിന്നെ അങ്ങോട്ട് ഒരു നല്ല ഹോട്ട് എക്സ്ചേഞ്ച് ഓഫ് ബ്യൂട്ടിഫുൾ വേർഡ്സ്. ഈ എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറബി ഉടമസ്ഥൻ കയറി വന്നു. ഉടമസ്ഥൻ നോക്കിയപ്പോൾ 3 കസ്റ്റമറെ ഇട്ട് ഇവൻ ഫയർ ചെയ്യുക. ഇവർ തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം മാറിയെന്ന് കുറേ നേരം ശ്രദ്ധിച്ചു. പ്രൈസ് ഗോഡ്. അവസാനം കൈയടിച്ചു. ഇവൻ തിരിഞ്ഞു നോക്കി, ഇന്ന് വരാൻ പറഞ്ഞു. എന്നാ വിഷയം എന്ന് ചോദിച്ചു. ഇവനാകെ വരണ്ടു. ഇവൻ പറഞ്ഞു അതാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പ്രൈസ് ഗോഡ്. അജിയെ വിളിച്ചു, നീ അവരെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അജി അങ്ങോട്ട് ചെന്നു. ഈ കസ്റ്റമറോട് ഇങ്ങനെ പറഞ്ഞു. ഉടമസ്ഥൻ കസ്റ്റമറോട് പറഞ്ഞു, സോറി, ഐ എം വെരി സോറി, ഐ ഹാവ് സീൻ എവറിത്തിങ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഈ പുള്ളി ഹെൽപ്പ് ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ് എന്നൊക്കെ പറഞ്ഞ് കസ്റ്റമർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. പുള്ളി ഫോൺ എടുത്തു, ഓഫീസിലേക്ക് വിളിച്ചു. ഇവൻ്റെ പാസ്പോർട്ടും നിയറസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. 1/2 മണിക്കൂറിനകം മാനേജറുടെ പാസ്പോർട്ടും ടിക്കറ്റും കൊണ്ട് കാറിൽ പുള്ളിയുടെ സെക്രട്ടറി വന്നു. നേരെ ലെറ്റർ എഴുതി എംബസി കൊടുത്ത് എക്സിറ്റ് അടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അടുത്ത 1/2 മണിക്കൂറിനകം സംഗതി കുത്തി കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് യു ആർ ഡിപ്പോർട്ടഡ്. അജിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇവൻ്റെ കസേര നിനക്കാണ്. ദൈവം വിശ്വസ്തനാണ്. 12 മണിക്ക് വിടുതലുണ്ടെന്ന് പറഞ്ഞാൽ 12 മണിക്ക് ഇന്നും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ആമേൻ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ജോലി ചെയ്യുന്നു. ദൈവമക്കളെ, പഴയ ജോലിയിൽ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു, തൊഴിലാളിയായിരുന്നു. പക്ഷെ പുതിയ പോസ്റ്റ് കിട്ടിയപ്പം കുടുംബത്തെയും കൊണ്ടുപോകാൻ പറ്റി. ദൈവമക്കൾ, ഇവിടെ പാലക്കാട്ട് നിന്ന് അവരുടെ ഭാര്യ വന്ന് ജെസ്സി ഒത്തിരി ആരാധിച്ചതാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് സാധിക്കും, യേശുവിന് സാധിക്കും. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ യേശുവിന് സാധിക്കും. കർത്താവേ, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തത്തക്കവണ്ണം എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തെ നരക തുല്യമാക്കി മാറ്റുന്ന ദുഷ്ടശക്തിയിൽ നിന്ന് വിടുവിക്കണമേ. ഓ, തീർച്ചയായും നിശ്ചയമായി പ്രതിക്രിയ നടത്തി രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവം പ്രവർത്തിക്കുന്നത് അങ്ങനെ പല നിലവാരങ്ങളിൽ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, അനേകർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ദൈവം ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമൊക്കെ സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രവൃത്തിയുടെ ഒരു ലക്ഷണമാണ് ഇസഹാക്ക് വിതച്ചു, 100 മേനി വിളവ് കിട്ടി. ബാക്കി എന്താ സംഭവിച്ചത്? വായിച്ചേ, 26:12. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. മഹാധനവാനായി തീർന്നു. അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ദൈവം വല്ലതും ചെയ്താൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നും. അത് സ്വാഭാവികമാണ്. നീ അതിനെക്കുറിച്ച് വറി ചെയ്യണ്ട. നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നത് 2 കൈ നീട്ടി അങ്ങോട്ട് മേടിച്ചേച്ചാൽ മതി. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിനക്ക് വേണ്ടി ചെറുത് ചെയ്യാനുണ്ട്, മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്കവണ്ണം ദൈവം നിനക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആമേൻ ഹല്ലേലൂയ. കർത്താവേ, നീ എത്ര വലിയവൻ, നീ എത്ര നല്ലവൻ എന്ന് പാടി സ്തുതിച്ചവനെ ആരാധിച്ചാൽ മാത്രം മതി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ,
തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നന്നായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. മനോഹരം നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, കണ്ണുകൾക്കെന്നും പരിചയാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, കണ്ണുകൾക്കെന്നും പരിചയാ. നന്മയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം യാഗപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും ചെറുതൊരു കിളിന്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും ചെറുതൊരു കിളിനും. നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, കണ്ണുകൾക്കെന്നും പരിചയാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, കണ്ണുകൾക്കെന്നും പരിചയാ. നന്മയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയിൽ, ഞങ്ങൾ ശക്തരാ എന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയിൽ, ഞങ്ങൾ ശക്തരാ എന്നും നിന്റെ ശക്തിയാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മകൾക്കെന്നും പരിചയാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മകൾക്കെന്നും പരിചയാ. നന്മയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക്. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മകൾക്കെന്നും പരിചയാ. 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 നന്മയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക്. 5ഉം 6ഉം വാക്യം വായിച്ച സങ്കീർത്തനത്തിൽ 5ഉം 6ഉം. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോട് ഞങ്ങൾക്ക് ഉത്തരം അരുളുന്നു. എങ്ങനെ ഉത്തരം വരുന്നത്? 6ഉം 7ഉം. അവൻ ബലം അരക്കി കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. ബലം അരക്കി കെട്ടിക്കൊണ്ട് തന്റെ ശക്തി
ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അത് എങ്ങനെയാണെന്ന് അടുത്ത വാക്യം വായിച്ചു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. കടലിലെ കാര്യമെന്ന് വിചാരിക്കലേ, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവസാനം പറഞ്ഞത് ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. ലോകമാകുന്ന സമുദ്രം, മനുഷ്യ സമുദ്രം, ആമേൻ, ഹല്ലേലൂയ, ഇതിങ്ങനെ കലങ്ങി മറിയാനുള്ളൊരു കാരണം എന്നാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ചില പർവ്വതങ്ങളുടെ കുലുക്കമാണ്. അവിടെ ഇവിടെ നിന്ന് ഓരോന്ന് കുലുങ്ങും, അത് കടലിൽ വന്ന് റിയാക്ഷൻ കാണിക്കും. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതാണ് 46-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന, വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വായിച്ച 46-ന്റെ 1 തൊട്ട്, അല്ല 42 1 തൊട്ട്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും. മക്കളെ, ഈ പ്ലേറ്റോണിക്സ് തിയറി എന്നൊക്കെ പറഞ്ഞ് ഈയിടെ കണ്ടുപിടിച്ചതാ. ഭൂമിയിൽ കൊണ്ടുവന്ന് എങ്ങനെയാന്ന്, ഭൂമി പ്ലേറ്റ് ആണെന്നും അത് ഷിഫ്റ്റ് ചെയ്യുമെന്നും അങ്ങ് മാറുമെന്നും അന്നേരം ഒരു എർത്ത് ഉണ്ടാകുമെന്നും അതിൻ്റെ എപ്പിസെൻറ്ററിൽ നിന്ന് പോയിട്ട് പർവ്വതം കുലുങ്ങുമെന്നും പിന്നെ വെള്ളം കലങ്ങുമെന്നും ഒക്കെ ഈയിടെയാണ് മനുഷ്യന് മനസ്സിലായത്. 100 വർഷമായിട്ടില്ല. എന്നാൽ ആമേൻ, 4000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് വ്യക്തമായി എഴുതി, ഭൂമി മാറിപ്പോയിട്ട് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ കോപം കൊണ്ട് വെള്ളം എരച്ച് കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഇന്തോനേഷ്യയിലുണ്ടായ റിച്ചർ സ്കെയിലിൽ 7 അടുത്ത ഒരൊറ്റ ഭൂകമ്പമാണ് മദ്രാസ് തീരം തൊട്ട് കേരളത്തിൻ്റെ കൊല്ലം തൊട്ടുള്ള പല കടൽ തീരങ്ങളും അങ്ങ് വിഴുങ്ങിയത്. സുനാമി വന്നതിൻ്റെ പുറകിൽ ഇന്തോനേഷ്യയിലുണ്ടായ ഒരു എർത്ത്ക്വേക്ക്, അണ്ടർ വാട്ടർ എർത്ത്ക്വേക്ക് ആയിരുന്നു. പ്രൈസ് ഗോഡ്. അത് ചിലത് കുലുങ്ങും, ചിലത് കലങ്ങും, ചിലത് എരച്ച് കലങ്ങും, ചിലത് സമുദ്രമധ്യേ വീണ് എരച്ച് കലങ്ങിയാലും എനിക്ക് ഭയമില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് കാരണം എന്നറിയാമോ? അതിൻ്റെ കുലുക്കം നിർത്താൻ കഴിവുള്ള ദൈവമുണ്ട്. ആരൊക്കെ എവിടൊക്കെ കുലുക്കിയാലും കുലുക്കം നിർത്താൻ കഴിവുള്ള ദൈവമുണ്ട്. നിന്റെ കുടുംബം കുലുക്കുവാൻ, ജീവിതത്തെ കുലുക്കുവാൻ, ബിസിനസിനെ കുലുക്കുവാൻ, ജോലിയെ കുലുക്കുവാൻ, യാത്രയെ കുലുക്കുവാൻ, യാത്രാ വാഹനങ്ങളെ കുലുക്കുവാൻ, യേശുവിന്റെ നാമത്തിൽ വാഹനങ്ങളോടുള്ള സകല പോരാട്ടങ്ങളെയും, യാത്രാ വാഹനങ്ങളോടുള്ള പോരാട്ടങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. ശക്തിയോടെ ശാസിക്കാട്ടെ. യാത്ര ചെയ്യുന്ന വാഹനങ്ങളോട് ശത്രു പോരാടുവാൻ ഈ 2016 സമ്മതിക്കാതെ വണ്ണം ബലം വ്യാപരിക്കട്ടെ. നീ സഞ്ചരിക്കുന്ന കാറിനോട് പോരാടാതിരിക്കത്തവണ്, നീ സഞ്ചരിക്കുന്ന ബസ്സിനോട് പോരാടാതിരിക്കത്തക്കവണ്, നീ സഞ്ചരിക്കുന്ന വിമാനത്തോട് പോരാടാതിരിക്കത്തക്കവണ്, നീ സഞ്ചരിക്കുന്ന ട്രെയിനിനോട് പോരാടാതിരിക്കത്തക്കവണ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വാഹനങ്ങളോടുള്ള പോരാട്ടത്തെ ഞാൻ ശാസിക്കുന്നു. ശക്തിയോടെ സാധിക്കാട്ടെ. വാഹനങ്ങളുടെ മേൽ ഒരു പോരാട്ടമുണ്ട്. ഈ 2016 ശത്രു പോരാടുന്ന പോരാട്ടം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. ആമേൻ. ദൈവമക്കളെ, ഈ സമുദ്രം എല്ലാം കൂടെ കലങ്ങി, മലയെല്ലാം കൂടെ കുലുങ്ങി വരുമ്പം ഈ സങ്കീർത്തനക്കാരൻ പറയുന്നതിന് അറിയാമോ? എന്നെ സന്തോഷിപ്പിക്കുന്ന, അടുത്ത വാക്യം, ഒരു നദിയുണ്ട്. കടലെല്ലാം കൂടെ കലങ്ങുമ്പം ഒരു ചെറിയ നദിയുണ്ടെന്ന് നിന്നെ സന്തോഷിപ്പിക്കാൻ. എല്ലാം കൂടി ഇടിഞ്ഞ് മറിഞ്ഞ് കലങ്ങി മാറട്ടെ. നിനക്ക് സന്തോഷം പകരുവാൻ ഒരു നദി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ചാലുകൾ നിങ്ങളിലേക്ക് ഒഴുകട്ടെ, നിന്റെ കുടുംബത്തിലേക്ക് ഒഴുകട്ടെ, നിന്റെ വിഷയങ്ങളിലേക്ക് ഒഴുകട്ടെ. ആമേൻ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം. ഈ ഭൂമിയിലുള്ള നദികൾക്ക് ആമേൻ ഹല്ലേലൂയ ചില പ്രത്യേകതകളുണ്ട്. നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. പ്രൈസ് ഗോഡ്. ഇതൊരു പ്രതിഭാസമാണ്. പ്രൈസ് ഗോഡ്. മോർവി ഡാം പൊട്ടിയപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, അതിൻ്റെ ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ ആമേൻ പ്രൈസ് ഗോഡ് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ റെഫറൻസിന് വിട്ടു. ആമേൻ റെഫറൻസിന് വിട്ടപ്പോൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചതായിരിക്കും. ആമേൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ അദ്ദേഹം തിരിച്ചൊരു ഇത് കൊടുത്തു. ഞാൻ ഈ ഡാം പണിതപ്പോൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അവിടെ സബ്മിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിൻ്റെ ഇന്ന പേജ് എടുത്ത് വായിച്ചു നോക്കാൻ പറഞ്ഞു. ആ പേജിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഏതാണ്ട് 50 വർഷം കഴിയുമ്പോൾ മോർവി നദി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്നേരം ചിലപ്പോൾ കൊച്ചു പരിപാടിയൊക്കെ ചെയ്തോണം, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഡാം അടിച്ചുകൊണ്ട് പോകും.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആര് ഡാം കെട്ടിയാലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ഒഴുകേണ്ടടത്തേക്ക് ഒഴുകാൻ തക്കവണ്ണമുള്ള ഒരു നദി, ദൈവത്തിൻ്റെ നദി നിനക്ക് വേണ്ടിയുണ്ട്. ആരും തടുക്കട്ടെ, ആരും തടുത്തു വെക്കട്ടെ, ആര് വേണേ തടുക്കട്ടെ. എനിക്കുള്ള ദൈവം, എൻ്റെ ദൈവം, ഹല്ലേലൂയ, അത്യുന്നതന്റെ തിരുനിവാസത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു നദിയുണ്ട്. ആമേൻ. ഞാനൊരു സത്യം നിങ്ങൾ പറയാം. കടല് വറ്റിപ്പോയാലും വറ്റാത്തൊരു നദി ദൈവകൃപയിൽ എനിക്കുണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം ആ നദിയുടെ ഒരു ഒഴുക്ക്, ആ വറ്റാത്ത ഉറവയുടെ ഒരു ഒഴുക്ക്, ജീവജല നദിയുടെ ഒരു ഒഴുക്ക്, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കുമെന്ന് പറയുന്ന ആ ഒരു ഒഴുക്ക്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു അല്ലേ? ഇന്നത്തെ സങ്കീർത്തനത്തിൽ വായിച്ചേ. ഹല്ലേലൂയ. ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിന്, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഏതൊക്കെ നദിയിൽ വെള്ളമില്ലെങ്കിലും ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആ നദി, ഒരു നദിയുണ്ട്. അത് സർവശക്തൻ അതിൻ്റെ ഉണ്ടതുകൊണ്ട് അധികാലത്തെ ദൈവം സഹായിക്കും. ദൈവം സഹായിക്കുന്ന ഒരു നദി എൻ്റെ വീട്ടിൽ കൂടെ ഒഴുകുന്നുണ്ടെന്ന്, എനിക്ക് വേണ്ടി ഒഴുകുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ ഇന്ന് രാത്രി ആ കൃപയുടെ നദി, ആ സ്നേഹത്തിൻ്റെ നദി, ആ കരുതലിൻ്റെ നദി, സന്തോഷത്തിൻ്റെ നദി, സമാധാനത്തിൻ്റെ നദി, ഐശ്വര്യത്തിൻ്റെ നദി, അഭിവൃദ്ധിയുടെ നദി ഇന്ന് പകൽക്കാലം ലെറ്റ് ഇറ്റ് ഫ്ലോ ത്രൂ യുവർ ഹൗസ്, ലെറ്റ് ഇറ്റ് ഫ്ലോ ത്രൂ യുവർ ഹൗസ്. നിന്റെ വീട്ടിൽ കൂടെ ആ നദി ഒഴുകട്ടെ. അത് ഒഴുകത്തക്കവണ്ണം 2016 പ്രാർത്ഥനയോടെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. കടൽ കിടന്ന് കലങ്ങട്ടെ, വിഷമിക്കേണ്ട, ഒരു നദി മതി. ആ നദിയുടെ പ്രത്യേകത എന്താ പറയുക? എസക്കേൽ കണ്ട നദിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് നിന്റെ ആലയത്തിലെ പുഷ്ടി കൊണ്ട് നമ്മൾ തൃപ്തരാകും അല്ലേ? ആ നദിയെക്കുറിച്ച് വായിക്കുന്നത് ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് അത് പുറപ്പെട്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. എസക്കേൽ കൊണ്ടുവന്ന് അവൻ 1000 മുഴം അളന്നു. 1000 മുഴം അളക്കുമ്പോഴും ഉമ്മരപ്പടിയിൽ നിന്ന് ഇതിങ്ങനെ കുറേശ്ശെ പോകുന്നേ ഉള്ളൂ. പക്ഷെ 1000-ാമത്തെ അടി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആമേൻ, വെള്ളം നെരിയാണിയോളമായി. നെരിയാണി എന്ന് പറഞ്ഞാൽ ഇത്രയും. ഹല്ലേലൂയ. 1000 അടി അളന്നപ്പോൾ വെള്ളം നെരിയാണിയോളമായി. അത് കഴിഞ്ഞ് എന്ത് വെറുതെ നിന്നില്ല, വീണ്ടും 1000 അങ്ങ് അളന്നു. വീണ്ടും 1000 അളന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, അത് മുട്ടോളമായി. പ്രവാചകൻ വെറുതെ ഇരുന്നില്ല, വീണ്ടും അളന്നു. ആമേൻ. അരയോളമായി. വീണ്ടും വെറുതെ ഇരുന്നില്ല, ആ മുന്നേ വളർന്നു. നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരു വലിയ നദിയായി തീർന്നു. ഈ നാളുകളിൽ നീ അളന്ന് മുന്നേറത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് സഹായിക്കുമെന്ന്, മുൻമഴയാലും പിന്മഴയാലും നിന്നെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ വിശ്വസിക്കാമോ? ഞാൻ ചോദിക്കുന്നത്, കർത്താവ് ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് പറ്റും? എങ്ങനെ വിശ്വസിക്കുന്നത്? വിശ്വസിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിശ്വസിക്കണം. കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ ഈ താഴ്വര ഇപ്പോഴുള്ള അവസ്ഥ മാറി വെള്ളം കൊണ്ട് നിറയും. ആമേൻ. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. എന്നിട്ട് അവസാനം പറയുന്നതിന് 9-ാം വാക്യം മാത്രം വായിച്ചാൽ, എസക്കേൽ 9:47 9-ാം വാക്യം മാത്രം വായിച്ചാൽ മതി. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ചാകാനായിട്ട്, ജീവൻ പോകാനായിട്ട് മിനിറ്റുകളേ ഉള്ളൂ. പക്ഷെ ചലനമുണ്ടോ? ഈ നദി ചെന്ന് ചേരുന്നിടത്ത് ജീവൻ വയ്ക്കും. വായിച്ചേ. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഏത് വെള്ളം? ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് പുറപ്പെട്ട വെള്ളം അവിടെ വന്നതുകൊണ്ട്, ദൈവത്തിന്റെ ആലയത്തിൽ നിന്നുള്ള വെള്ളം നിന്റെ വീട്ടിനകത്ത് വന്നതുകൊണ്ട്, നിന്റെ വിഷയങ്ങളിൽ വന്നതുകൊണ്ട്, ആരാധനയിൽ നിന്ന് വന്നതുകൊണ്ട്, അവിടെ 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 പ്രൈസ് ഗോഡ് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. യേശുവിന്റെ നാമത്തിൽ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ നദി നിന്റെ വീട്ടിൽ ഒഴുകട്ടെ, നിന്റെ ജീവിതത്തിൽ ഒഴുകട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് 9-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. 6 കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. വായിച്ചോ. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു, നീ അതിന്റെ ഉഴവ് ചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. ദൈവം എന്ത് ചെയ്യും? കട്ട ഉടച്ച് നിരത്തുന്നു. ഒറ്റ കട്ടയില്ലാതെ ഉടയ്ക്കാൻ ദൈവത്തിന് കഴിയും. ഇപ്പൊ കാണുന്ന കട്ടയെ കുറിച്ച് നീ വിഷമിക്കണ്ട, ഉടയ്ക്കും. പ്രൈസ്. അടുത്ത വിഷയം. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. അടുത്തത്. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻ കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഇതിന്റെ എല്ലാം തുടക്കം എവിടെന്നാണെന്നറിയാം? 1-ാം വാക്യം. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. ബിഗിനിങ് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടതാ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ള ഒരു ദൈവത്തെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ ദൈവത്തെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ. പ്രൈസ് ഗോഡ്. നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തെ സ്തോത്രം. എങ്ങനെ പ്രാർത്ഥിക്കണം? റോമാലേഖനം 15-ാം അധ്യായം 31-ാം വാക്യം. ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന്. നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. പ്രാർത്ഥന ഒരു പോരാട്ടം. എങ്ങനെയാ? പ്രാർത്ഥിക്കുന്നവനോടുകൂടെ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥിക്കാത്തവന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കൂടുതൽ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് നടക്കണം. പക്ഷെ അത് നടത്തുന്നത് പ്രാർത്ഥിക്കുന്നവനോടുകൂടി പ്രാർത്ഥിക്കണം, പോരാടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ നാളുകളിൽ നമ്മൾ ഈ വർഷം ഇയർ ഓഫ് പ്രയർ, ഇയർ ഓഫ് ഇവാഞ്ചലൈസേഷൻ ആൻഡ് ഇയർ ഓഫ് റെക്കൺസിലേഷൻ, ലോകജനതയെ കർത്താവുമായി ബന്ധിപ്പിക്കുന്ന ഒരനുഭവത്തിലേക്ക്, പ്രൈസ് ഗോഡ്, പ്രാർത്ഥനയിൽ കൂടെയും സുവിശേഷത്തിൽ കൂടെയും നമ്മൾ ഈ വർഷം എന്തെങ്കിലും ചെയ്യണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിന് ഞാൻ നമ്മുടെ 2016 ഉള്ള പ്രോഗ്രാമുകൾ കുറേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് സപ്ലിമെൻ്റ് ചെയ്യാം, കൊള്ളാവുന്ന എടുക്കും. പെട്ടെന്ന് ചില കാര്യങ്ങൾ മാത്രം, മുഴുവനല്ല, സപ്ലിമെൻ്റ് ചെയ്യാം, നിങ്ങൾക്കും പറയാം വിഷയങ്ങൾ. എന്നാൽ എനിക്ക് ദൈവത്തിന്റെ സ്തോത്രം നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാം, ബാക്കി പറയാം. ഇത് മുഴുവനും ഒരു പ്രയർ കലണ്ടറാക്കി, ആക്ടിവിറ്റി ചാർട്ടാക്കി ഓരോ വീട്ടിൽ ഒരെണ്ണം വെച്ച് പ്രിൻ്റ് ചെയ്ത് തരും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ 2016 ഏപ്രിൽ മാസം 6-ാം തീയതി ചർച്ചിൽ വല്ല പരിപാടി ഉണ്ടോ എന്ന് നോക്കിയാൽ ആ കലണ്ടറിൽ കാണും. ആഗസ്റ്റ് മാസം 10-ാം തീയതി എന്താ നമ്മുടെ പരിപാടി, സഭയുടെ പരിപാടി കലണ്ടറിൽ കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് ക്രമീകരിക്കാൻ സഹായിക്കത്തക്കവണ്ണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ വിഷയം പൗലോസ് പറയുന്നത് 15-ാം അധ്യായം, റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 19 മുതൽ വായിച്ചേ. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിക്കുന്നു. സുവിശേഷ ഘോഷണം, ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിക്കണമെങ്കിൽ ചുറ്റി സഞ്ചരിക്കണം. ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ്. 2016 ഇങ്ങനെ ഇതിനൊരു തീരുമാനം എടുക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിക്കുന്നു. ഐ ഹാവ് ഫുള്ളി പ്രീച്ച്ഡ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. റൗണ്ട് അബൌട്ട് റൂട്ട് എടുത്ത് ചുറ്റി സഞ്ചരിച്ച്, പ്രൈസ് ഗോഡ്. അപ്പോൾ പൗലോസ് ചെയ്തതുപോലെ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷ ഘോഷണം പൂർത്തീകരിക്കുന്ന ഒരു വർഷമായിട്ട് നമ്മളിത് കാണണം. ഹല്ലേലൂയ.
നിങ്ങൾ വീട്ടിലിരുന്ന് കഴിഞ്ഞ കൊല്ലമൊക്കെ സന്തോഷിച്ചു. ഈ കൊല്ലം ഒരു തീരുമാനം എടുക്കണം, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങും. അതല്ലെങ്കിൽ 10 വീട്ടിൽ കയറി പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ അയലോക്കത്ത് വീട്ടിൽ പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ, ക്ലാസ്മേറ്റ്സിൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ, കൂടെ ജോലി ചെയ്യുന്നവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ഈ വർഷം തീരുമാനമെടുക്കണം. കാരണം പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിങ്ങളിലേക്ക് വരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചൊരു വീട്ടിലൊരു കാര്യം നടന്നാൽ ആ വീട്ടുകാർ നിശ്ചയമായിട്ടും നമ്മുടെ കൂടെ പ്രാർത്ഥിക്കും. മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചാൽ വീട്ടുകാർ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കും. ഇതാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. അപ്പോൾ 20-ാം വാക്യം, ഞാൻ മറ്റൊരുവിന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല, അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. നമ്മൾ കേട്ടവർ തന്നെ പിന്നെയും കേൾക്കുന്നു, കണ്ടവർ തന്നെ പിന്നെയും കാണുന്നു എന്നുള്ള ആ സ്റ്റാൻഡിൽ നിന്ന് അല്പം ഒന്ന് വ്യത്യാസം വന്നിട്ട് യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരും അറിഞ്ഞിട്ടില്ലാത്തവരും അറിയത്തക്കവണ്ണമുള്ള ഒരു പ്രോഗ്രാം ചാർട്ട് ഔട്ട് ചെയ്യണം 2016. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തൊക്കെയെന്ന് പറയാം. അങ്ങനെ ഒരു പൗലോസ് ചെയ്തത് അങ്ങനെ. മറ്റുള്ളവർ പണിതതിൻ്റെ മേളിൽ പണിയാൻ അവിടെ നിന്നും ചുരണ്ടി, ആ സഭയിൽ നിന്നും ചുരണ്ടി, ഈ സഭയിൽ നിന്നും ചാടിച്ച്, മറ്റേ സഭയിൽ നിന്നും ചാടിച്ച്, ഇല്ലാത്ത ഭവിഷ്യന്യം പറഞ്ഞുണ്ടാക്കി ഇങ്ങനെ ആടുകളെ മോഷ്ടിച്ച് ആടിൻ്റെ ഇടയനായി തീരുന്നതിന് പകരം അവൻ ഒരാലയിലും ഒടുങ്ങാതെ, ഒരു മനുഷ്യന് ഒതുങ്ങാതെ കിടക്കുന്ന ആടുകളെ പിടിച്ചു കൊണ്ടുവന്ന് ഒതുക്കണമെന്ന്, വളർത്തണമെന്ന്. പ്രൈസ് ഗോഡ്. പൗലോസ് അങ്ങനെയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 22-ാം വാക്യം, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ശേഷം എത്താത്തോടത്ത് സഞ്ചരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പൗലോസ് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. റോമയിൽ വിളിച്ചെങ്കിലും പോയില്ല. കാരണം ആമേൻ, റോമയിൽ ഓൾറെഡി സുവിശേഷം എത്തിക്കഴിഞ്ഞു. ഞാൻ പിന്നെ വരാം. എവിടെ എന്നിട്ട് തീരുമാനിച്ചു. 23-ാം വാക്യം, ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും. സച്ചിൻ ആ ഭാഗത്ത് സൗണ്ട് ക്ലിയർ അല്ല, അവിടെ പോയി നിന്നിട്ടൊന്ന് കറക്റ്റ് ചെയ്യാം. പ്രൈസ് ഗോഡ്. സച്ചിനോട് പറഞ്ഞു എഴുന്നേറ്റ് അവിടെ പോയി കേട്ട് ഗോ ആൻഡ് സീ, എന്നിട്ട് വന്നിട്ട് ഇരിക്കുക. പ്രൈസ് ഗോഡ്. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലം. സന്തോഷത്തോടെ പെടും. നോക്കി ശരിയായിരുന്നു. ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും. ഈ ദിക്കുകളിൽ ഇനി എനിക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ്. അറിയാവുന്ന ആ ദിക്കുകളിൽ സ്ഥലമില്ല. അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകൊണ്ടും ഞാൻ സ്പാനിയിലേക്കും യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്പെയിനിലേക്ക് പോകുന്ന വഴിക്ക് റോമിൽ വരാം. ഇതാണ് പൗലോസ് പറയുന്നത്. ഞാൻ സ്പെയിനിലേക്ക് പോകുന്ന വഴിക്ക് റോമിൽ വരാം. എങ്ങനെ വരും? 19-ാം വാക്യം, 29-ാം വാക്യം. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു. ഞാൻ വരുന്നത് വെറുതെ അല്ല, അനുഗ്രഹപൂർത്തിയോടെ, ക്രിസ്തുവിൻ്റെ അനുഗ്രഹപൂർത്തിയോടെ വരും. നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹപൂർത്തിയോടെ ചെല്ലണം. അത് മത്സരിച്ച് ചെന്നിട്ട് കാര്യമില്ല, കുറ്റം പറഞ്ഞേച്ചും ചെന്നിട്ട് കാര്യമില്ല, അവനേക്കാൾ ഞാൻ മെച്ചമാണെന്ന് പറഞ്ഞ് ചെന്നിട്ട് കാര്യമില്ല. ക്രിസ്തുവിൻ്റെ അനുഗ്രഹപൂർത്തി വരത്തില്ല. ക്രിസ്തുവിൻ്റെ അനുഗ്രഹപൂർത്തി വരണമെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, മറ്റ് സകല അപ്പോസ്തലന്മാരെക്കാൾ ചെറിയവനാണ് ഞാൻ, എളിയവനാണ് ഞാൻ. പ്രൈസ് ഗോഡ്. ഞാൻ മറ്റേയാളേക്കാൾ മെച്ചമാണ്, അവനെക്കൊണ്ട് സാധിക്കാത്തത് എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് സുവിശേഷ വിലയ്ക്ക് മാത്രം പോകല്ലേ. ഞാൻ പ്രസംഗിച്ചാൽ അവൻ ഭയങ്കര മെച്ചമായിരിക്കുമെന്ന് ചിന്തിക്കല്ലേ. ഞാൻ പാടിയാൽ മെച്ചമാണെന്ന് ചിന്തിക്കല്ലേ. ഞാൻ പ്രാർത്ഥിച്ചാൽ മെച്ചമാണെന്ന് ചിന്തിക്കല്ലേ. ഇന്ന് ആത്മീയരുടെ ഏറ്റവും വലിയ കുഴപ്പം, മറ്റാരേക്കാളും നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കും, മറ്റാരേക്കാളും നന്നായിട്ട് ഞാൻ പാടും, മറ്റാരേക്കാളും നന്നായിട്ട് ഞാൻ പ്രസംഗിക്കും. ഈ ചിന്താഗതി വെച്ചാൽ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം പൂർണ്ണമാകത്തില്ല. ആ അനുഗ്രഹപൂർത്തിയോടെ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഒരൊറ്റ ആറ്റിറ്റ്യൂഡേ പാടുള്ളൂ, കർത്താവ് എന്നെ ഉപയോഗിച്ചാൽ ഞാൻ ഉപയോഗിക്കപ്പെടും. മനസ്സിലായോ? നമുക്ക് വിശ്വാസികൾക്കൊരു പ്രശ്നം എക്സ്പീരിയൻസ് കൂടുന്തോറും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന വിചാരം. മൈക്കിങ്ങോട്ട് കൈ കിട്ടിയാൽ പിന്നെ എന്തും പറയാനായിട്ടൊരു ഭയം പോയി. ഏത് ഭയം പോയി? സ്റ്റേജ് ഫ്രൈറ്റ് അല്ല പോയത്, ദൈവഭയമാണ് പോയത്. കാരണം
ദൈവത്തിൻ്റെ വചനം വായിലെടുക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കും. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒത്തിരി ആലോചിക്കണം. ഇരുവായ്ത്തലയുള്ള വാളാണ് ദൈവവചനം. അത് പ്രസംഗം കേൾക്കുന്നവനെ വെട്ടും, നിന്നെയും വെട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? പ്രസംഗിക്കുന്നത് ജീവിതത്തിൽ പ്രായോഗികമാക്കണം. ജീവിതത്തിൽ പ്രായോഗികമാക്കാത്ത കാര്യം പ്രസംഗിക്കാൻ പോകരുത്. നിനക്ക് വരാത്ത നന്മ വേറൊരുത്തിന് വരത്തില്ല, നിനക്കില്ലാത്ത ഗുണം വേറൊരുത്തിന് വരത്തില്ല, പറഞ്ഞ് പഠിപ്പിച്ചാലും വരത്തില്ല. ഇറ്റ്സ് ഇമ്പാർട്ടേഷൻ. ഗോസ്പൽ പ്രസംഗിക്കുമ്പോൾ വേറൊരുവന് വരുന്ന മാനസാന്തരം ഈസ് ആൻ ഇമ്പാർട്ടേഷൻ. അതൊരു പകർച്ചയാണ്, അത് ബുദ്ധിയിൽ കൂടെ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. നോട്ടീസിലൊന്ന് പേര് കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരു കട്ടൗട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വാൾ പോസ്റ്റിൽ പേര് കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഇതല്ല വിഷയം. കട്ടൗട്ട് അവിടെ കിടക്കട്ടെ, വാൾ പോസ്റ്റ് അവിടെ കിടക്കട്ടെ, നോട്ടീസ് അവിടെ കിടക്കട്ടെ. പ്രൈസ് ഗോഡ്. ഒരു വാക്യം പ്രസംഗിച്ചാൽ ഒരാളെങ്കിലും ദൈവത്താൽ സ്പർശിക്കപ്പെടണം. സോറി, നീയോ വളരണം, ഞാനോ കുറയണം. ഈ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് വചനം ഒരു കാഷ്വലായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നതല്ല വചനം. ഈ വചനം നിൻ്റെ വായിലെടുപ്പാൻ നിനക്ക് എന്ത് കാര്യം? ഞാൻ കീറിക്കളയും, പിടിപ്പിപ്പാൻ ആരും കാണത്തില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ഗോഡ്. മാത്രമല്ല, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് ഇരിക്കുന്ന ഈ ക്രൗഡ്, ഈ ഒരു കോമ്പിനേഷൻ ഇനി ആയുസിൽ എനിക്ക് കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കണം. ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കാനുള്ള വചനം കർത്താവിൽ നിന്ന് പ്രാപിച്ച് കൊടുത്തില്ലെങ്കിൽ ഈ ഒരു അവസരം എന്നേക്കുമായി നഷ്ടമാകും. അതുകൊണ്ട് സ്വന്തം അറിവും അനുസരിച്ച് വിളമ്പാനല്ല, കൃപയനുസരിച്ച് വിളമ്പാൻ. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ അത് തീരുമാനിക്കണം. 2016 പൗലോസ് ഈ വിഷയത്തിൽ ബോധ്യമുള്ളവനായിരുന്നു. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും.